ഹലോ ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ വൺ ഇയർ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന ഒരു സ്പീച്ച്. വാങ്കാരി മത്തായി നോബൽ പ്രൈസ് സ്വീകരിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗമാണ്. അതിൻ്റെ മലയാളം സമ്മറി വിത്ത് എ ഷോർട്ട് സമ്മറി. ഓക്കെ. നോബൽ പ്രൈസ് കരസ്ഥമാക്കിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് വാങ്കാരി മത്തായി. കെനിയയിലെ വനങ്ങൾ വെട്ടിത്തെളിക്കുന്നതും അവിടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കൃഷികൾ ചെയ്യുന്നതുമാണ്. ഇത് പലതരത്തിലുള്ള നാടൻ ചെടികളെയും വെള്ളം ശേഖരിക്കാനുള്ള കാടിൻ്റെ ശക്തിയും നശിപ്പിക്കുകയായിരുന്നു. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് തുടങ്ങി. ഉൾനാടൻ സ്ത്രീകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പരിഹാരം വേണമായിരുന്നു. വിറക്, കുടിവെള്ളം, ഭക്ഷണം, വീട്, വരുമാനം മുതലായവ അവർക്കില്ലായിരുന്നു. ആഫ്രിക്കയിൽ വീട് സംരക്ഷിക്കുന്നത് സ്ത്രീകളാണ്. അവർ കൃഷി ചെയ്യുകയും അവരുടെ കുടുംബത്തെ പോറ്റുകയും ചെയ്യുന്നു. സ്ത്രീകളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവരുടെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ വിളവുകൾ കുറയുകയും അവരുടെ കൃഷിസ്ഥലങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന ധാന്യവിളകളെ മാറ്റി നാണ്യവിളകൾ തുടങ്ങുകയും ചെയ്തതുകൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചത്. കൃഷിക്കാരുടെ വിളകളുടെ വില നിയന്ത്രിക്കുന്നത് അന്തർദേശീയ വ്യാപാരികളായിരുന്നു. അതുകൊണ്ട് അവർക്ക് ശരിക്ക് കിട്ടേണ്ട വരുമാനം കിട്ടിയിരുന്നില്ല. പ്രകൃതിയെ നശിപ്പിക്കുമ്പോഴും ചൂഷണം ചെയ്യുമ്പോഴും ഭൂമി ശരിയായ വിധത്തിൽ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെയും വരും തലമുറയുടെയും ജീവിത നിലവാരത്തെ നശിപ്പിക്കുന്നു. 30 ദശലക്ഷം മരങ്ങൾ നട്ടിട്ടുണ്ട്. അവ വിറകും ഭക്ഷണവും വീടും വരുമാനവും നൽകുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വീട്ടിലെ ചിലവുകൾക്കും ഈ വരുമാനം പ്രയോജനപ്പെടുന്നു. ഈ ഉദ്യമം ജോലികൾ സൃഷ്ടിക്കുകയും ഭൂമിയെ പുഷ്ടിപ്പെടുത്തുകയും ജലസംഭരണികൾ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. തുടക്കത്തിൽ ഈ ജോലി വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ചുറ്റുമുള്ള പ്രകൃതിയെ അവഗണിക്കുന്നത് കൊണ്ട് പ്രകൃതി വിഭവങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലിലേക്ക് അത് നയിക്കുമെന്നുള്ള അറിവ് ജനങ്ങൾക്കില്ലായിരുന്നു. അത് ദാരിദ്ര്യത്തിലേക്കും തർക്കങ്ങളിലേക്കും നയിക്കുന്നു. അന്തർദേശീയ സാമ്പത്തിക ഇടപാടുകളിലുള്ള അനീതികളെപ്പറ്റി അവർക്ക് അറിയില്ലായിരുന്നു. കാലക്രമേണ ഇക്കോസിസ്റ്റത്തിൻ്റെ പരക്കെയുള്ള നാശത്തെപ്പറ്റി അവർക്കറിയാൻ കഴിഞ്ഞു. ഈ നശീകരണം സംഭവിക്കുന്നത് പ്രത്യേകിച്ചും വനനശീകരണം, കാലാവസ്ഥ മാറ്റങ്ങൾ, ഭൂമിയുടെയും വെള്ളത്തിൻ്റെയും മലിനീകരണം മുതലായവയിലൂടെയാണ്. ഇതെല്ലാം അങ്ങേയറ്റത്തുള്ള ദാരിദ്ര്യത്തിനും കലാപങ്ങൾക്കും വഴിയൊരുക്കുന്നു. ആദ്യകാലങ്ങളിൽ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ഡെമോക്രാസിയുടെയും സമാധാനത്തിനെയും പറ്റി വേവലാതിപ്പെട്ടിരുന്നില്ല. പക്ഷേ അധികം താമസിയാതെ തന്നെ മനസ്സിലായി ജനാധിപത്യം ഉറപ്പാക്കിയാലേ പ്രകൃതിയെ നന്നാക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന്. അങ്ങനെ കെനിയയിൽ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളിൽ മരം ഒരടയാളമായി മാറി. വ്യാപകമായി കൊണ്ടിരിക്കുന്ന അധികാര ദുരുപയോഗം, അഴിമതികൾ, പ്രകൃതിയുടെ ദുരുപയോഗം മുതലായവ എതിർക്കാൻ ജനങ്ങൾ ഞങ്ങളെ സംഘടിപ്പിച്ചു. വളരെ പെട്ടെന്ന് മരം സമാധാനത്തിൻ്റെയും തർക്കങ്ങൾ പരിഹരിക്കുന്നതിൻ്റെയും ഒരു അടയാളമായി മാറി. ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് ഇപ്പോൾ 30 വർഷമായി. പ്രകൃതിയെയും സമൂഹങ്ങളെയും നശിപ്പിക്കുന്ന പ്രവൃത്തികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചിന്താഗതിക്ക് ഒരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. എന്നാലേ മനുഷ്യർ തങ്ങളുടെ ജീവൻ നിലനിർത്തുന്ന പദ്ധതികളെ എതിർക്കുന്നത് നിർത്തുകയുള്ളൂ. ഭൂമി അവളുടെ മുറിവുകൾ ഉണക്കാനായി സഹായിക്കാനായി ജനങ്ങളെ വിളിക്കുന്നു. ജനങ്ങളുടെ തന്നെ മുറിവുകളും നമുക്ക് ഉണക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ എല്ലാ സൃഷ്ടികളെയും അവയുടെ വൈവിധ്യങ്ങളോടെയും സൗന്ദര്യത്തോടും അത്ഭുതങ്ങളോടും കൂടി അംഗീകരിക്കണം. നമ്മൾ നമ്മളെ തന്നെ ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളായി കണ്ടാൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. പരിണാമ സംബന്ധിയായ പ്രക്രിയകളെ പങ്കുവെക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. പക്ഷപാതരഹിതരായ അഭിവൃദ്ധി ഉണ്ടാക്കാതെ ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല. ജനാധിപത്യവും സമാധാനവും ഉള്ള അവസ്ഥയിൽ മാത്രമേ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്ന തരത്തിലുള്ള വികസനം സാധ്യമാകൂ. ചരിത്രത്തിൻ്റെ ഒഴുക്കിൽ മനുഷ്യന് അറിവിൻ്റെ പല പുതിയ തലങ്ങളിലേക്കും മാറേണ്ട അവസ്ഥ പലപ്പോഴും ഉണ്ടാകും. ഒരു ഉയർന്ന സദാചാര നിലയിലേക്ക് എത്താൻ നമ്മൾ നമ്മുടെ ഭയങ്ങളെ മാറ്റി നിർത്തുകയും
പരസ്പര നൽകുകയും ചെയ്യണം. അതിനുള്ള സമയം വന്നു കഴിഞ്ഞു. ജനാധിപത്യ വ്യവസ്ഥകൾ വികസിപ്പിക്കുവാനും നല്ല ന്യായവ്യവസ്ഥകളുള്ള സമൂഹങ്ങളെ കെട്ടിപ്പടുക്കാനും ലോക നേതാക്കളെ ക്ഷണിക്കുന്നു. എന്നാൽ മാത്രമേ പൗരന്മാരുടെ സർഗശക്തിയെയും പ്രവർത്തന ശക്തിയെയും പുഷ്ടിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. യുവാക്കൾ അവരുടെ സമൂഹങ്ങൾക്കും ലോകത്തിന് തന്നെയും ഉള്ള സമ്മാനമാണ്. അവരാണ് നമ്മുടെ പ്രത്യാശയും ഭാവിയും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് നോക്കാം. ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യണേ. താങ്ക്സ് ടു ഓൾ.